ഞാൻ തുറന്നു പറയാം, നിങ്ങൾ എല്ലാവരും കേൾക്കണം, സ്കിപ്പ് ചെയ്ത് പോരുത് തന്നെ. അതായത് പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടെ, സിനിമയിൽ ചാൻസ് കിട്ടത്തില്ല. ഉറപ്പായിട്ടും ഞാനൊരു സിനിമയിൽ അഭിനയിച്ചതാണ്. 8 സിനിമയുടെ പേര്, തിയേറ്റർ റിലീസായിരുന്നു. പക്ഷേ ഞാൻ സിനിമയിൽ അഭിനയിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഞാൻ ഈ റൂം ഒരു സ്റ്റുഡിയോ ആണ്. 2 കഥ ഉണ്ട് ഈ സ്റ്റുഡിയോയ്ക്ക്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എനിക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഞാൻ പുറത്തേക്ക് ഒരു കഥ ഇറങ്ങിയാൽ തന്നെ ആളുകളുടെ പ്രഷറാണ്. അതിന് 2 കഥ വെച്ചിരിക്കുന്നത്. അല്ലാതെ ശബ്ദം കയറി വരുന്നതിൻ്റെ പ്രശ്നമൊന്നും കൊണ്ടല്ല കേട്ടോ. പലരും സ്റ്റുഡിയോയ്ക്ക് 2 കഥ വെക്കുന്ന ശബ്ദം കയറായിരിക്കും. ഞാൻ അത് അങ്ങനല്ല. ആരാധകരുടെ തിരക്ക് ഒരു രക്ഷയുമില്ല. കേരളത്തിലെ നമ്പർ 1 യൂട്യൂബർ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം തന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും ഈ കഥവിൻ്റെ 2ാമത്തെ കഥ തുറന്നിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ കൂടി ഓടി മതിൽ വഴി ഇറങ്ങിയാണ് ഞാൻ വീട്ടിലേക്ക് പോലും പോകുന്നത്. അത്രയ്ക്ക് തിരക്ക്, അത്രയ്ക്ക് ആരാധന. ഇങ്ങനെയുള്ള ഞാൻ സിനിമയിലും കൂടെ അഭിനയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ആളുകൾക്ക് എൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം അറിയിക്കണം, എൻ്റെ കുഞ്ഞുണ്ട് വീട്ടിൽ, കുഞ്ഞിന് തൂറാൻ പോലും പറ്റുന്നില്ല. കാരണം മിറ്റുള്ളിടത്തല്ലേ കൊച്ചിനെ ഇരുത്താൻ പറ്റത്തുള്ളൂ. കുഞ്ഞിന് പുറത്തിരുന്ന് പ്രകൃതിയൊക്കെ കണ്ടുകൊണ്ട് അപ്പിടാൻ തോന്നുന്നു, എന്നെ പോലത്തെ പണ്ടത്തെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടി മിറ്റത്തിരുത്താൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ആളുകളും വന്ന് നിരന്ന് നിൽക്കുക. കാരണം എനിക്ക് സ്കൂട്ടറിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം. ഒരു സ്കൂട്ടറിൽ എത്ര പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ 2 പേർക്ക്. നമ്മൾ കൂട്ടുകാരെ ചിലപ്പോൾ 3 കയറി പോകാറുണ്ട്. പക്ഷേ എൻ്റെ സ്കൂട്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 15 പേരാണ് അതിൽ വന്ന് 4 വശത്തൂടെ കയറുന്നത്. എന്നെ ഇഷ്ടമാണെന്നങ്ങ് അങ്ങ് പിടിക്കുവാണെന്നങ്ങ്. നിങ്ങൾ എൻ്റെ പുറമൊന്ന് കാണും, അള്ളിപ്പറിച്ച് വെച്ചിരിക്കും ആളുകൾ നഖം കൊണ്ട്. എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കണം. നിങ്ങളുടെ ഇഷ്ടത്തെ ഞാൻ ഒരിക്കലും അതിനെ എതിർക്കത്തില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ഉറപ്പായിട്ടും കഥ പൊളിയുന്നതിന് മുമ്പേ കഥ ഒന്നുകൂടെ ഒന്ന് അടക്കിട്ട കേട്ടോ.